ഓമയ്ക്ക കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി ഇത് അടുത്തൊരു ഓമയ്ക്ക റെസിപ്പി വരികയാണ്. ഓമയ്ക്ക നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ച ഒരു ഓമയ്ക്ക കറിയാണ്. നമ്മൾ അടുപ്പിൽ പാൻ വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉള്ളി വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇത് ആയി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് വഴറ്റാം. 1 മിനിറ്റ് വഴറ്റിയ ശേഷം നമുക്കിതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പച്ചമുളകൊന്നും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഓമയ്ക്കയും കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഓമയ്ക്ക വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഓമയ്ക്ക വേകാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് കറിവേപ്പില ഉപ്പും ഇട്ടിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് കറിയിലേക്ക് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വേകാൻ വേണ്ടി അടച്ചു വെക്കാം. ഈ സമയത്ത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് അരയ്ക്കാം. അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് വേണം തേങ്ങ അരച്ചെടുക്കാൻ. അപ്പോൾ വറുത്ത് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു, അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പെരിഞ്ജീരകം കൂടെ നമ്മൾ ഇടുക. അങ്ങനെ ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സമയത്ത് നമ്മുടെ ഓമയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉടയ്ക്കാം, ഞാൻ അധികം ഉടച്ചിട്ടില്ല. ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും പെരിഞ്ജീരകവും കൂട്ടി അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് കറി നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചെറിയൊരു തിള വരുന്നവരെ ചൂടാക്കുക. അങ്ങനെ നമ്മുടെ കറി വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം ആർക്കെങ്കിലും പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേശം പിഴിപുളി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് ഈ കറിയിലേക്ക്. അപ്പോൾ അധികമാവേണ്ട, അധികമായാൽ അതൊരു തീയലായി പോകും. നമ്മൾ ലേശം പിഴിപുളി പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ ആ ഒരു പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് നമുക്കൊന്ന് ബാലൻസായി കിട്ടും. അങ്ങനെ തേങ്ങ വറുത്തരച്ച ഓമയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ തേങ്ങ വറുത്തരച്ച ഓമയ്ക്ക കറി.